Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, start here. Okay. Yeah. Starting go prayer. Project 3. Start go. Prayer, Miss. Dear God, we thank you for love and your promise to be with us at school or work, at rest or play. Help us to feel near to you and hear your voice. Guide us to always do our best in every situation and to love one another. Amen. Thought of the day, Miss. Good afternoon, all of you. Today I am going to tell you thought of the day. Today thought is education is the key that unlock the golden door to freedom. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സുവർണ വാതിൽ തുറക്കുന്ന താക്കോലാണ് വിദ്യാഭ്യാസം. I repeat my thought. Education is the key that unlock the golden door to freedom. Thank you. Okay. Yeah. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ. നമ്മൾ എവിടെ വരെ എഴുതി എന്നൊന്ന് പറയാമോ ആരെങ്കിലും? Simple present. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എഴുതി അല്ലെ? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ക്ലിയർ അല്ലേ? ഇല്ല, ഇൻട്രൊഡക്ഷനെ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഫസ്റ്റ് സിംഗിൾ പ്രസന്റ് ആണ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് പ്ലസ് V1. ഓക്കെ. ഹെഡിങ് സിംഗിൾ പ്രസന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് സ്ട്രക്ചർ ചെയ്ത സബ്ജക്ട് പ്ലസ് V1. അതിൽ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഏതൊക്കെയാണ് സബ്ജക്ട് ഉള്ളത്? He, she, it, I, you, we, they. He, she, it, everybody, I, you, we, they. ഇത്രയും സബ്ജക്റ്റ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ ഉള്ളത് അല്ലെ? അതില് സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? He, she, it, everybody ആണ് സിംഗുലർ സബ്ജക്റ്റ്. He, she, it, everybody. ഈ 4 സബ്ജക്റ്റ് ആണ് ഇത് സിംഗുലർ സബ്ജക്ട്സ്. ഓക്കെ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? I, you, we, they. മിസ്സേ, ഇത് മറന്നു പോവാതിരിക്കാനേ ഒരു ട്രിക്ക് പണ്ട് പഠിച്ചായിരുന്നു. അയ്യോ ദേവി എന്ന് ഇങ്ങനെ പറയണമെന്ന്. അയ്യോ ദേവി എന്ന് ഇങ്ങനെ ഓർക്കുമ്പോഴേ അത് മറന്നു പോകത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങളെ മിസ് പഠിപ്പിച്ചായിരുന്നു പണ്ട്. അയ്യോ ദേവി അങ്ങനെയാണോ? അപ്പോഴും നമുക്കൊരു മെമ്മറി കിട്ടുമല്ലോ. ശരി ശരി. എന്ത് ഫസ്റ്റ് ടൈം ആട്ടോ കേൾക്കുന്നേ. ഓക്കെ, എന്നാലും പറഞ്ഞോളൂ കേട്ടോ സഫീല. എല്ലാവരോടും പറഞ്ഞോളൂ. അയ്യോ ദേവി അതാകുമ്പോ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടും. അയ്യോ ദേവി, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എല്ലാവർക്കും? ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ സിംഗുലർ സബ്ജക്ട് he, she, it, everybody, and പ്ലൂറൽ സബ്ജക്ട് I, you, ദേവി. ഓക്കെ, അല്ലെ I, you, we, they എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്. അപ്പൊ സബ്ജക്ട് നമുക്ക് മനസ്സിലായി. സ്ട്രക്ചറിൽ ഉള്ളത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സോ അതില് ഫസ്റ്റ് പാർട്ട് സബ്ജക്ട് ആണ്. സബ്ജക്ട് നമുക്ക് ക്ലിയർ ആയി. ഏതൊക്കെ സബ്ജക്ട് ആണ്, അതില് സിംഗുലർ ഏതാണ്, പ്ലൂറൽ ഏതാണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആയി. അടുത്തത് V1. എന്താണ് V? അതെന്താണ്? വെർബ് ആണ്. V ഫുൾ ഫോം എന്ന് പറയുന്നത് വെർബ് എന്നാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, വെർബ് ആണ്. ഇനി V1 എന്താണെന്ന് അറിയണം. V1 എന്ന് പറയുമ്പോൾ
നമുക്ക് ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്നത് ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ അതിന് 3 ഫോം ഉണ്ട്. നിങ്ങൾ എല്ലാവരും 3 ഫോം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് 3 ഫോം? പറയൂ. V1, V2, V3. V1, V2, V3. റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇങ്ങനെയാണ് 3 ഫോംസ് അല്ലെ? റൈറ്റ്, റോട്ട്, റിട്ടേൺ. അതിൽ V1 ആണ് റൈറ്റ്, V2 റോട്ട്, റിട്ടേൺ V3. ഓക്കെ, അറിയാത്തവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഏതാണ് V1, ഏതാണ് V2, V3 ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഈ റൈറ്റ് എന്ന് പറയുന്ന വേർബിനെ ബേസ് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഒരിക്കലും മറക്കരുത്. ഇനി അങ്ങോട്ട് പോകുന്നതോറും ഞാൻ V1, V2, V3 എന്നൊക്കെ പറയുള്ളൂ. സോ ഇത് പഠിച്ചു വെക്കണം. അപ്പോ V1 എന്താണെന്ന് മനസ്സിലായാലോ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് V1 എന്ന് പറയുന്നത്. റൈറ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന വേർബാണ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി V2 ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സെക്കൻഡ് ഫോം. റൈറ്റിന്റെ ആണെങ്കിൽ റോട്ട്. V3 ഏതാണ്? തേർഡ് ഫോം. യെസ്, കറക്റ്റ് ആണ്. അപ്പോ സബ്ജക്ട് നമുക്ക് കിട്ടി, അതുപോലെ തന്നെ വെർബും V1 എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി വേണ്ടത് ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏത് വെർബ് യൂസ് ചെയ്യണം എന്നതാണ് അല്ലെ? അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എഴുതിക്കോളൂ കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും യൂസ് ചെയ്യണം. ഓക്കെ, എഴുതിയോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ സിംഗുലർ സബ്ജക്ട് ഏതാണെന്ന് നമുക്കറിയാം. പിന്നെ വെർബ് അത് സിംഗുലർ ആക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ യെസ് ആഡ് ചെയ്യണം. ഏതാണോ വെർബ് അതിനെ ബേസ് ചെയ്തിരിക്കും. എസ് ആണോ, യെസ് ആണോ, IES ആണോ എന്നൊക്കെ അറിയാം. അപ്പൊ റൈറ്റ് എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ അതിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്താൽ മതി. റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് ആക്കുമ്പോൾ അത് സിംഗുലർ വെർബ് ആകുന്നു. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ഇപ്പോൾ ഹി ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഹീയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ വെർബ് ആണ്. സോ റൈറ്റ് എന്ന് പറയുന്ന വെർബ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹി റൈറ്റ്സ് എന്ന് പറയണം. ഹി റൈറ്റ്സ്. ഇനി അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ റൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അത് പ്ലൂറൽ വെർബ് ആണ്. അതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഐ റൈറ്റ് എന്ന് പറയാം, യു റൈറ്റ് പറയാം, ദേ റൈറ്റ്, വി റൈറ്റ്. പ്ലൂറൽ വെർബിന്റെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ്, എവരിബഡി റൈറ്റ്സ്. അങ്ങനെയാണ് വരാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഹി റൈറ്റ്സ് എന്ന് പറയുന്ന സെന്റൻസ് ചെയ്താ ഹി റൈറ്റ്സ് എഴുതാം. ഹി റൈറ്റ്സ് അത് സ്ട്രക്ചറിന്റെ ബേസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അല്ലേ? നമുക്ക് ഹി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കംപ്ലീറ്റ് അല്ല കേട്ടോ. ഫസ്റ്റ് മനസ്സിലാവും, കംപ്ലീറ്റ് അല്ല. ഹി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ പറയുന്ന 2 സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്തത് അല്ലെ? ഹി റൈറ്റ്സ് എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് കൂടെ എഴുതാം. അവൻ എഴുതുന്നു എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. അവൻ എഴുതുന്നു, കണ്ടിന്യൂസ് ഫോം അല്ല കേട്ടോ. അവൻ എഴുതുന്നു ഒരിക്കലും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിയല്ല, അത് മനസ്സിലാക്കണേ. അവൻ എഴുതുന്നു എന്ന് മലയാളത്തിൽ എഴുതി വെക്കാം. അവൻ എഴുതുന്നു. ഇനി അപ്പോ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് അതിന്റെ ബാലൻസ് കൂടെ വേണ്ടേ? അതിന് നമുക്ക് പ്രത്യേകിച്ച് ഫോംസും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സബ്ജക്റ്റ് വെർബ് അറിഞ്ഞിരിക്കണം. അതെങ്ങനെ യൂസ് ചെയ്യണം, എവിടെയൊക്കെ യൂസ് ചെയ്യണം, ഏതിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യണം, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അതിന് ബാലൻസ് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പൊ ഹി റൈറ്റ്സ്, ഹി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവൻ എഴുതിയത്? എന്തും പറയാലോ. ഹി റൈറ്റ്സ് എ ലെറ്റർ, അവൻ ലെറ്റർ എഴുതുന്നു. ഇനിയിപ്പോ വായിക്കുകയാണെങ്കിൽ ഹി റീഡ്സ് എ ബുക്ക്, അവൻ ബുക്ക് വായിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ബാലൻസ് വരുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് കിട്ടി, പിന്നെ ഒബ്ജക്റ്റ് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ സിംപിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ മലയാളം മീനിങ് കിട്ടി. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ ഇല്ലയോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, സോ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. റൂറൽ സബ്ജക്റ്റും സെക്യുലർ സബ്ജക്റ്റും വെച്ചിട്ട് ഓരോ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. കറക്റ്റ് ആണ്, അറിയാം. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും, സെന്റൻസ് മേക്ക് ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചർ ഫോളോ ചെയ്യാം കേട്ടോ. സബ്ജക്ട് പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോളോ ചെയ്യാം. V1ന് ശേഷം വരുന്നത് പിന്നെ ഒബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എന്ത് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഗ്രാമർ മിസ്റ്റേക്കോ കാര്യങ്ങളോ വരില്ല. വരുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിനും വെർബിനായിരിക്കും ഈ ഗ്രാമർ മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പോൾ മാക്സിമം സബ്ജക്റ്റിനെ ഫോളോ ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കണം. She goes, they go. കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യും. സെന്റൻസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, കംപ്ലീറ്റ് ആണ്. അപ്പോൾ പോകുന്നു അത് ഓക്കെയാണ്, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പറയണ്ടേ. സെന്റൻസ് കറക്റ്റ് കംപ്ലീറ്റ് ആവണം. ഒരു ഒബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ കുറച്ച് ക്ലിയർ. യൂസിങ് എ സോങ്, കറക്റ്റ്. നിങ്ങളുടെ ഓൺ ക്രിയേഷൻ ആയിരിക്കണം കേട്ടോ. ഇവിടെ നിന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ നോക്കുക. എല്ലാവരും മാക്സിമം എക്സാമ്പിൾസ് പറയണം കേട്ടോ. She goes home, they go to park. അവിടെ to എന്ന് പറയുന്ന പ്രപ്പോസിഷനും കൂടെ വേണം. അതൊക്കെ ഞാൻ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. to വേണം കേട്ടോ. She goes home, they go park എന്ന് പറയുമ്പോ she goes home. ശരിയോ? 1 second കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് ഇപ്പൊ ഇവിടെ she goes home എന്ന് അടിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, she goes home. നമുക്ക് അങ്ങനെ പറയാം. she goes home എന്ന് പറയാം. she goes to home എന്ന് പറയാം, അല്ലെ? പക്ഷെ നമ്മൾ സ്വന്തം വീടാണ്, നമ്മൾ വേറെ അങ്ങോട്ടല്ല പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് she goes home എന്ന് പറയാം. ഇപ്പൊ വേറെ ആരുടെയും വീട്ടിലാണ് പോകുന്നെങ്കിലോ she goes to the home. ആരുടെ വീട്ടിൽ പോകുകയാണ്, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് അവിടെ she goes to the home എന്ന് പറയാം. നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് she goes to home, കാരണം നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കാണെങ്കിൽ she goes to office എന്ന് പറയും. പക്ഷേ വേറെ ഓഫീസിലേക്കാണെങ്കിൽ she goes to the office. ക്ലിയർ ആണോ? അപ്പൊ ദാ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ദാ എവിടേക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ യൂസ് ചെയ്യാത്ത കുറച്ച് പ്ലേസസ് ഉണ്ട്. അത് നമ്മുടെ സ്വന്തമായിരിക്കും, മനസ്സിലായോ? അപ്പൊ അവിടെ ടു വേണം കേട്ടോ. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ടു ഇമ്പോർട്ടന്റ് ആണ്. She goes to home, they go to the park. The park ആണ്. She goes to the park, she goes to home. Then we complete the work. He complete the work. He brings some milk to drink water. Okay. She walks to school every day. She reads a book before going to bed. Okay. Before going to bed, before sleep. He walks with his pet. Okay. He jumps into the pond. He jumped the pond. He jumped into the pond. Pondilekku chaadiyelle. Appo into it. Everybody writes exam. Everybody writes the exam. My mother cooks food for me. Yeah. She brings milk. എപ്പോഴും ഞാൻ പറഞ്ഞ വെർബ് ശ്രദ്ധിക്കണം കേട്ടോ. She works at school. Yeah. I like reading books. No, Reena. Reading അല്ല വേണ്ടത്. നമുക്കത് simple present ആണ്. Okay. They work at school. Everybody takes the pen. Yeah. ശ്രദ്ധിച്ച് എഴുതാട്ടോ. വെർബും സബ്ജക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മിസ്റ്റേക്സ് വരുത്തരുത്.
അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് വേണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ റീന ഇത് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ആണ്. സോ അത് തെറ്റാണ്. റീനയുടെ ing യൂസ് ചെയ്യാൻ പാടില്ല. Got it. Yeah, she likes music. Everybody talks to me. Yeah, correct. Then ing present continuous, I think. okay, സെന്റൻസ് ക്രിയേറ്റ് ചെയ്തോളൂ, നിർത്തണ്ട, പോട്ടെ. ചെയ്യുന്തോറും നിങ്ങൾക്കത് ക്ലിയർ ആവും, പിന്നെ ഡൗട്ട് വരില്ല. He sleeps early. Yeah. He sleeps early. Yeah. We sing a song together. Okay. ഇതിനൊക്കെ മീനിങ് എന്താ വരാ മലയാളത്തിലാണെങ്കിൽ? He sleeps early. അവൻ നേരത്തെ ഉറങ്ങുന്നു. അങ്ങനെയാണ് വരാ. She likes music. അവർക്ക് മ്യൂസിക് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ വരും. ഇഷ്ടമാണ്, നിർമ്മിതമാണ്. She writes every day. അവൾ എല്ലാ ദിവസവും എഴുതുന്നു. The sun rises in the east. Yeah, the sun rises in the east പറയാം. Okay. ഇതില് സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മള് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഡെയിലി റൊട്ടീൻസിലെ അതായത് നമ്മുടെ ഹാബിറ്റ്സ് പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ രാവിലെ എണീക്കുന്നു, ഇന്ന് ബ്രഷ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ, ഞാൻ ഓഫീസിൽ പോകുന്നു. സോ നമ്മുടെ ഹാബിറ്റ്സ് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പൊ the sun rises in the east എന്ന് പറഞ്ഞു, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യമാണ്. സോ ഈ പ്രപഞ്ച സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടെൻസ് തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് പ്രോഗ്രാമും നമ്മൾ ഈ ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് ഫ്യൂച്ചർ ആയിട്ട് തോന്നും. അതായത് സ്കൂൾ ഓപ്പൺസ് 2nd June എന്ന് പറഞ്ഞു, 2ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിലും അത് ഫിക്സഡ് പ്രോഗ്രാം ആണ്, ഒരിക്കലും മാറ്റം വരില്ല, ഫിക്സ് ചെയ്ത പ്രോഗ്രാം ആണ്. സോ ഫിക്സഡ് പ്രോഗ്രാം നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഏതൊക്കെയാണ്? ഹാബിറ്റ്സ് പറയാനും ഫിക്സഡ് പ്രോഗ്രാം പറയാനും യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനും നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. നെവർ ഫോർഗെറ്റ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. പോയിന്റ് വൈസ് ആയിട്ടാണെങ്കിൽ പോലും എഴുതി വെക്കാം കേട്ടോ. They always play with dad's board. I'll drive a car. She drinks coffee every morning. She writes on it. She writes a letter to him. I wash my car every day. On Sunday, she sings a song. He loves you. Yeah. Okay. Clear ആയോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? Yes, miss. Yes. Okay. So ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യും. Who can explain this topic? Who's ready? ആരുല്ല. എക്സ്പ്ലെയിൻ ചെയ്തേ, എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, എന്താണ് സ്ട്രക്ചർ ആൻഡ് സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ സബ്ജക്ട്, അങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം, മലയാളം മീനിങ് കൂടെ പറയാം. That's all. Yes, miss. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഹാബിറ്റ്സിന് പറയുന്നതാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V1 ആണ്. അതിൽ സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. അതിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി സിംഗുലർ സബ്ജക്ട്, I, you, we, they
പ്ലൂറൽ സബ്ജക്റ്റിൽ പെടും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യാറ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബും യൂസ് ചെയ്യണം. വേർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ എസ് ചേർക്കുക. എക്സാമ്പിൾ sing, sings, write, writes. He sings a song. Everybody takes a pen, etc. Okay. Clear ആണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയേ. ടെക്സ്റ്റില് ഹാബിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടെൻസ് ആണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടെൻസ് ഏതാണ്? I wake up at 6 o'clock. Tense ഏതാണ്? I brush my teeth. Simple present. Yeah, simple present ആണ്. അത് habit ആണ്. ഒരു habitual action ആണെന്ന് പറയാം, ഒരു habit ആണെന്ന് പറയാം. So എന്താണ്? Simple present tense ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞ എല്ലാവരും നെക്സ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഹാബിറ്റ്. ഒരു ഹാബിറ്റ് പറയാം എല്ലാവരും. ഓരോരുത്തരും ഒരു ഹാബിറ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഫിക്സഡ് പ്രോഗ്രാം വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, I listen to music. I listen to music every day. Listen music every day എന്ന് പറഞ്ഞാൽ I brush my teeth twice a day. I sleep first 9 o'clock in the evening. 9 o'clock evening ആണോ? Night. കുഴപ്പമില്ല. Yeah, then habits ഒന്നുമില്ല ആർക്കും. I read book every day. I read book every day, buddy. In every day, I read book every day. I clean the floor daily. I read a newspaper, books. I walk a lot. I walk every morning. Walks a lot. The plural subject ആണ്. Work ആണ് use ചെയ്യുക. I eat my dinner before 7 o'clock. I watch movies on weekends. I pray to God every day. I start my work every morning. Okay. ഇനി ഫിക്സഡ് പ്രോഗ്രാം വെച്ചിട്ട് പറയുന്നു. ഫിക്സഡ് പ്രോഗ്രാം. Okay. I drink a cup of tea every morning. It's okay. Hello, fixed program വെച്ചിട്ട് പറയുന്നു. I go to the shop in weekends. മാം എന്താ പറഞ്ഞു? ഫിക്സഡ് പ്രോഗ്രാംസോ? അത് കറക്റ്റ് ഫിക്സ് ചെയ്ത പ്രോഗ്രാം ആയിരിക്കും. അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് ആ ദിവസം ഇനാഗുറേഷൻ ചെയ്യും, ഇനാഗുറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഫിക്സഡ് ആണ്, ചെയ്തിരിക്കും. അതൊക്കെ വന്നില്ലെങ്കിലും ഇനാഗുറേഷൻ നടക്കും എന്നൊരു മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് it will open 2nd June എന്ന് പറഞ്ഞാൽ it will open ചെയ്യും. പക്ഷേ അവിടെ എന്തോ ഒന്നത്തെ ഫിക്സഡ് അല്ല. പക്ഷേ കറക്റ്റ് ഫിക്സഡ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ്. The school reopens next week.
Okay. Next. കഴിഞ്ഞോ? എക്സാംസ് പറയൂ. ഫിക്സഡ് പ്രോഗ്രാം വെച്ച് എക്സാംസ് പറയൂ. I walking in the morning every day. No, അത് 10th സിമ്പിൾ പ്രസന്റ് അല്ല. Oh. I have dance class today. ഇതോ I have dance class. സിമ്പിൾ പ്രസന്റ് അല്ല. No. ഫാത്തിമ അത് ഫ്യൂച്ചർ ആണ്. നോ, സിമ്പിൾ പ്രസന്റ് ആണ് ഞാൻ പറഞ്ഞത്. Okay, Miss. I will try once. നിങ്ങൾ ടെൻസിലിട്ട് പോലെ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടാണ്. The train arrives at 10 a.m. The meeting starts at 11 o'clock. The flight takes off in the evening. Okay. ഇതൊക്കെ വില്ല് വെച്ചിട്ടല്ലേ മിസ് അപ്പൊ പറയണ്ടേ? ഇതൊക്കെ ഫ്യൂച്ചർ ടെൻസ് വില്ല് വെച്ചിട്ടല്ലേ ഇപ്പൊ പറയണ്ടേ? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതെല്ലാം ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്. പക്ഷെ അത് ഫിക്സഡ് പ്രോഗ്രാം ആണ്. പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. മനസ്സിലായോ? നമുക്കിപ്പോ ഐ വിൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്സ് ഓഫ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാല് തെറ്റൊന്നും അല്ല, പക്ഷെ അത് കറക്റ്റ് ഫിക്സഡ് ആയിരിക്കും. മനസ്സിലായോ? നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എന്തൊരു ഫിക്സഡ് പ്രോഗ്രാം പറയുന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഒരിക്കലും അത് ഫ്യൂച്ചർ ടെൻസിൽ അങ്ങനെ പറയാറില്ല. ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് ഫിക്സഡ് ആയിരിക്കില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഒരു മീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ. മനസ്സിലായോ? പക്ഷെ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനും യാതൊരുവിധ മാറ്റവും ഒന്നും വരില്ല. ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് ഫിക്സഡ് പ്രോഗ്രാംസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ക്ലിയർ ആയോ അത്? Yes, miss. The music concert starts at 8 in the night. In the night ഓ? എന്താണിത്? പ്രൊപ്പോസിഷൻ ഒക്കെ പഠിച്ചിട്ട് മറന്നു പോയോ? ഇൻ ദ നൈറ്റോ? നൈറ്റിന്റെ കൂടെ അറ്റല്ലേ? അറ്റ് നൈറ്റ്. ഓക്കെ. പ്രൊപ്പോസിഷൻ ഒന്ന് മറക്കരുത് കേട്ടോ. ടെൻസ് എടുക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ടെൻസ് എടുക്കുമ്പോ പ്രൊപ്പോസിഷൻ ആവശ്യമാണ്. ഒരിക്കലും മറക്കരുത്. മിസ് അപ്പൊ 2 പ്രാവശ്യം അറ്റ് അങ്ങനെ ഉപയോഗിക്കണത് തെറ്റില്ല? അറ്റ് 8 അറ്റ് ദ നൈറ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഓക്കെ മിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 8 PM എന്ന് പറയാം. വിഷയം തീർന്നല്ലോ. നൈറ്റ് എന്ന് മെൻഷൻ ചെയ്യണ്ട, PM പറയാം. ഓക്കെ. മ്യൂസിക് കോൺസെർട്ട് സ്റ്റാർട്ട്സ് അറ്റ് 8 PM. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അത് ശരിയാവില്ലേ? ഐ ഹാവ് വരില്ലേ? ലൈക്ക് ഒരു ഫിക്സ് ടൈം ആണെങ്കിൽ ഐ ഹാവ് ക്ലാസ് അറ്റ് അങ്ങനെ. അത് ടെൻസ് വേറെയാണെങ്കിൽ ഐ ഹാവ് വരുമ്പോൾ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോകും. ഓക്കെ. The school reopens on Monday. Opens. ഓക്കെ. ക്ലിയർ ആണോ? ടെൻസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? മിസ്സേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഐ വാക്കിംഗ് ഇൻ ദ മോർണിംഗ് എവറി ഡേ എന്ന് പറഞ്ഞില്ലേ? ആ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലേ? അപ്പോ അത് പറ്റില്ലേ? അത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഒരിക്കലും അങ്ങനെ വാക്കിംഗ് എവറി മോർണിംഗ് എന്ന് പറയില്ല. ഐ വാക്ക് എവറി മോർണിംഗ്.
അതൊരു ഹാബിറ്റ് ആണ്. അപ്പൊ പറയുന്നത് ഈ രീതിയിലേ വരുള്ളൂ. ഐ വാക്സ് എന്ന് വരുള്ളൂ. ഐ വാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്. അതിന്റെ കൂടെ ഞാൻ ഐ ടീച്ച് എന്ന് പറഞ്ഞ ശരിയാവോ? ഇല്ല. ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതും ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നതും രണ്ടല്ലേ? ആണോ? യെസ് മിസ്. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അടുത്ത ടെൻസ് അതാണ്. ഈ ടെൻസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഈ ടെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാം. He finishes work at 5 PM every week. Yeah. ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്ത ടെൻസിലേക്ക് ഞാൻ പോയിക്കോട്ടെ? ഓക്കെ, അടുത്ത ടെൻസിലോട്ട് പോയിക്കോ മിസ്. ഓക്കെ, അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹെഡിങ് എഴുതാം, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതില് സ്ട്രക്ചർ വരുന്നത് subject plus is, am, are plus മിസ് സബ്ജക്ട് കഴിഞ്ഞിട്ട് എന്താണ്? subject plus is ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. subject plus is, am, are plus verb ing. is, am, are നമ്മുടെ auxiliaries ആണ്. പ്രസന്റിൽ യൂസ് ചെയ്യുന്ന auxiliaries ആണ്. subject plus is, am, are plus verb ing. ഓക്കെ, നമ്മള് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ എന്ന് പറയുന്നത്. പ്രസന്റ് ടെൻസിൽ മാത്രം. ഓക്കെ, വേറൊരു ടെൻസിൽ നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്യില്ല. പ്രസന്റ് ടെൻസിൽ മാത്രമാണ് നമ്മൾ ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അത് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന പ്രസന്റ് ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി ആ ഓക്സിലറീസ് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യണം? അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആം യൂസ് ചെയ്യുന്ന ഏത് സബ്ജക്റ്റ് കൂടെയാണ്? ഐയുടെ കൂടെ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെയാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത്. ഈസ് എന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. നെക്സ്റ്റ് ഐ ഇല്ലാട്ടോ അവിടെ. യു, വി, ദേയുടെ കൂടെയാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. യു, വി, ദേ. യു, വി, ദേയുടെ കൂടെ മാത്രമേ നമ്മൾ ആർ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ സബ്ജക്ട് മനസ്സിലായി, ഓക്സിലറീസ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി അടുത്തത് വെർബ് ing ആണ്. വെർബിന്റെ കൂടെ V1 ആണ്. ഇവിടെ V1 വെർബിന്റെ കൂടെയാണ് നമ്മൾ ing യൂസ് ചെയ്യുക. ing യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോ വെർബിന്റെ കൂടെ ing. റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, വാക്കിംഗ്, റീഡിംഗ്, സിംഗിങ്, ഡാൻസിങ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ ബുക്ക്, അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോവൽ എഴുതുകയാണ് എന്നാണ് മീനിങ് പറയുന്നത്. അപ്പൊ എഴുതുകയാണ്, ചെയ്യുകയാണ് എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ചെയ്യുകയാണ്, അത് ഇപ്പോ നടക്കുന്ന കാര്യമാണ്, കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ആൻഡ് യു ആർ ലേണിംഗ് ഓർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പറയാം. അത് ഇപ്പോഴത്തെ കാര്യമല്ലേ? ക്ലിയർ ആണ്? യെസ്, എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ഇപ്പോ ഇനിയിപ്പോ ആരെങ്കിലും എക്സാമ്പിൾ ഐ ആം വാക്കിംഗ് എവറി മോർണിംഗ് എന്ന് പറയും. ഇനിയിപ്പോ അങ്ങനെ എവറി മോർണിംഗ് പറയാൻ പറ്റും? ഇല്ല. ക്ലിയർ ആയോ? അത്
I'm reading a book. Yeah, I'm reading a book. ഞാനിപ്പോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm reading a book. I'm working on a project. Yeah, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'm writing the grammar lessons. Yeah, ഇപ്പൊ നടക്കുന്ന കാര്യമല്ലേ. ഞാൻ ഗ്രാമർ ലെസൺസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. Yeah, correct ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐയുടെ കൂടെ ആമും ഹീയുടെ കൂടെ ഈസും യുടെ കൂടെ ആറുമാണ്. അത് മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കറക്റ്റ് ആണ് കേട്ടോ. ആൻഡ് സ്ട്രാറ്റജി കറക്റ്റ് ആണ്. അപ്പോ I'm listening music എന്ന് പറയും. I'm listening music. ഞാൻ പാട്ട് കേൾക്കുകയാണ്. I'm dancing on the stage. ഞാൻ ഡാൻസ് കളിക്കുകയാണ്. സ്റ്റേജ് ഡാൻസ് കളിക്കുകയാണ്. Dancing on stage, I'm singing on the stage. അങ്ങനെ ഞാൻ പാടുകയാണ്. സ്റ്റേജിൽ പാടുകയാണ്. ഇപ്പൊ ചെയ്യുകയാണ്, പാടുകയാണ്, എഴുതുകയാണ്, അങ്ങനെ ഒരു മീനിങ്ങിലാണ് വരാം. The kids are watching TV. Yeah. They are doing their homework. Okay. The babies are crying. I'm waiting for the bus. Yeah, I'm waiting for the bus. It is raining outside. Yeah, it's raining outside. It is എന്ന് പറയാണ്ട് ഷോർട്ട് ആക്കാം. It's raining outside എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫോം പഠിക്കുന്നത് നല്ലതാട്ടോ. We are going to the bed. ഇത് നമുക്ക് ഷോർട്ട് ആക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ ബിയുടെ കൂടെ ബിക്ക് ശേഷം ഒരു അപ്പോസ്ട്രോഫിയുടെ RE എന്ന് മാത്രം എഴുതിയാൽ മതി. PR ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇറ്റീസ് ആണെങ്കിൽ ഒരു അപ്പോസ്ട്രോഫി എസ് ഇടാം. അപ്പൊ നമുക്ക് അക്കാഡമിക് ഇംഗ്ലീഷിൽ അങ്ങനെ ഷോർട്ടൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? കമ്മ്യൂണിക്കേഷനിലല്ലേ പറ്റുള്ളൂ. ഐ മീൻ ഇപ്പം ഒരു എക്സാമിന് നമ്മൾ എഴുതുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഇറ്റീസ് എന്ന് തന്നെ എഴുതണ്ട. അത് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് അത് അങ്ങനെ കറക്റ്റായിട്ട് മെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്നും എനിക്ക് പറഞ്ഞതായിട്ട് അറിയില്ല കേട്ടോ. അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ എഴുതി കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ശരിയാണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഷോർട്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇപ്പോ അക്കാഡമിക് ആണ്, ഇനിയിപ്പോ ഒരു ആപ്ലിക്കേഷൻ ആണ്, അങ്ങനെയൊക്കെ എഴുതുമ്പോ ചിലപ്പോ ഫുൾ തന്നെ എഴുതണം എന്ന് പറയുന്നത് ശരിയായിരിക്കാം. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതി പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എവിടെയെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫോൺ ത്രൂ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജോ മെസ്സേജ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കും. ഇപ്പോ ഇറ്റ്സ് യൂസ് ചെയ്യുന്നത് ഇറ്റീസിന് മാത്രമല്ല, ഇറ്റ് ഹാസ് പറയും. അത് ഞാൻ ഹാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു. We are going to school. Children are going to school. Yeah, they are playing cricket. They are fighting each other. Yes. Clear ആണ്. അപ്പോ മനസ്സിലായോ? He is running behind the dog. Yes. അപ്പൊ ക്ലിയർ ആണോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്ലിയർ ആണോ? എത്ര സിമ്പിൾ ആയിരുന്നു. എന്തോ സൗമ്യ മനസ്സിലായി എന്ന് പറഞ്ഞ അതാണ് ഞാൻ ചോദിച്ചത്. എത്ര സിമ്പിൾ ആയിരുന്നു ടെൻസ്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതൊക്കെ അറിയായിരുന്നോ? എന്താണ് ഒരു ഇല്ല മിസ്സേ, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിനു മുന്നേ ഇതൊന്നും തലയിലോട്ട് കയറുകയില്ലായിരുന്നു. ഇപ്പോഴാണ് എന്തൊക്കെയോ കുറച്ചൊക്കെ തലയിലോട്ട് കയറുന്നത്. മിസ് ഇറ്റ് എവരിബഡി വെച്ചിട്ടൊക്കെ ഈസ് തന്നെയല്ലേ? ഇറ്റും എവരിബഡിയും ഈസ് തന്നെയല്ലേ? നിങ്ങൾക്ക് എവരിബഡി കാണുമ്പോ പ്ലൂറലായിട്ട് തോന്നും. പക്ഷെ അത് ഒരിക്കലും പ്ലൂറലാട്ടോ, സിംഗുലർ ആണ്. അതിന് വേണ്ടിയാണ് എസ്പെഷ്യലി എവരിബഡി ഇട്ടത്. എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എവരിബഡി എന്ന് പറയുമ്പോൾ എല്ലാവരും അല്ലേ, അത് പ്ലൂറൽ അല്ലേ എന്ന് തോന്നും. പക്ഷെ അത് സിംഗുലർ ആണ്.
ഓക്കെ, അപ്പൊ 2 ടെൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് രണ്ടും നിങ്ങൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോരുത്തരായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാക്സിമം? ടെക്സ്റ്റ് ബുക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫോംസ്. ഡു നോട്ട്, ഡോണ്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തോ ടെക്സ്റ്റ് ബുക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് മിസ് ഷോർട്ട് ഫോം. വാട്സ് യുവർ ബ്രദർ കണ്ടോ, വാട്സ് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് വലിയ മിസ്റ്റേക്ക് ആണെന്ന് പറയില്ല. എനിക്ക് പിന്നെ അക്കാഡമിക് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും നോളജ് ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, അറിയാം. അത്രയും ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. മോളുടെ ടെക്സ്റ്റ് ബുക്സിലും ഉണ്ട് ഷോർട്ട് ഫോംസ്, ഇംഗ്ലീഷ് ഇത് ബുക്കിൽ തന്നെ. ഓക്കെ, അപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ 2 ടൈംസും വിത്ത് എക്സാമ്പിൾസ്? എന്താ ആരും റെഡി അല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. റീന സ്റ്റാർട്ട് ചെയ്തോളൂ. റീന, സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. Okay. In simple present tense, subject and we use verb 1, verb 3 forms of verb, like example write, wrote, written. So we use the first verb write. V1 write ആണ് യൂസ് ചെയ്യുന്നത്. So പിന്നെ singular form s and es add ചെയ്യും. Like example I'll give, he rides a bike. Then present continuous, there is subject plus is, am or are used. Are is used, and plus verb in the form of ing. So I am reading or writing a book. I am working on a project. I'm standing at a bus stop. Okay, Rina. Then Fatima Harris. Okay. Simple present. And Okay. Simple present tense is used to express general facts, then habitual action, then convey fixed future actions. And in simple present tense, if the subject is singular, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിന്റെ കൂടെ എസ് ഓർ എസ് ആഡ് ചെയ്യും നോർമലി. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കുള്ളൂ. എക്സാമ്പിൾ, ഹി ഗോസ് ടു ഓഫീസ് എവറി ഡേ, ദ പ്ലെയിൻ അറൈവ്സ് അറ്റ് 9 AM. അതൊക്കെ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫോം എന്ന് പറയണത് സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ ING ഫോം ആണ് ചേർക്കുന്നത്. എക്സാമ്പിൾ, ഐ ആം റൈറ്റിംഗ് നോട്ട്സ് റൈറ്റ് നൗ. he is cooking, my mother is cooking food in the kitchen. അത്ര. Thank you, Miss. Yeah, okay. Akshaya. ഓക്കെ മിസ്. സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ്. അതായത് സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, വി, ദേ അങ്ങനെ. സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ ആണെങ്കിൽ ഐ, യു, വി, ദേ ഒക്കെ യൂസ് ചെയ്യും. സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ് ആയിരിക്കും. എക്സാമ്പിൾ ഹി റൈഡ്സ്, അത് സിംഗുലർ ആണ്. ഐ ഡ്രൈവ് എ ബൈക്ക്, ഇത് പ്ലൂറൽ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ ING ഫോം ആണ്.
ഈസ് ആമും സിംഗുലർ ആണ്. ആറ് പ്ലൂറൽ ആണ്. എക്സാമ്പിൾ ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ, ഇത് പ്ലൂറൽ ആണ്. പിന്നെ സിംഗുലർ ഐ ആം കുക്കിംഗ് ഫിഷ് ഫോർ ലഞ്ച്, ഇത് സിംഗുലർ ആണ്. താങ്ക് യു. ഫസ്റ്റ് Sana. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 ആണ് വരുന്നത്. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, ദേ, വി. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂരൽ സബ്ജക്റ്റ് ഐ, യു, ദേ, വി. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂരൽ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഹി റൈറ്റ്സ്, ഐ പ്രേ ടു ഗോഡ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് VING. ഐയുടെ കൂടെ ആം ആയിരിക്കും. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഈസ് ആയിരിക്കും. യു, വി, ദേയുടെ കൂടെ ആറാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഐ ആം ലിസണിങ് മ്യൂസിക്, ഐ ആം സ്റ്റഡിയിങ്, വി ആർ വാച്ചിങ് TV, they are playing. Yeah, okay. Then Veena. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സിംഗിൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹി, ഷീ, ഇറ്റ്, ദേ, എവ്രിബഡി. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ യു, വി, ദേ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹി ഗോസ് സ്കൂൾ എവ്രി ഡേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് ആമീസർ പ്ലസ് വെർബിൻ്റെ ING ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ്, ദേ, എവ്രിബഡി, ഈസും യു, വി, ദേ ആറും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഐ ആം റൈറ്റിംഗ്, they are doing homework. Example. Thank you. Lakshmi. Yes, Miss. Simple present tense നമ്മൾ subject plus present form of the verb plus object ആണ്. അതിൽ present form of the verb means V1. നമ്മൾ യൂഷ്വലി simple present tense യൂസ് ചെയ്യുന്നത് for habits, fixed programs or any universal truth. For example, universal truth ന് പറയുകയാണെങ്കിൽ the sun rises in the east. ഇപ്പം ഹാബിറ്റ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I get up at 6 AM every morning. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സബ്ജക്ട്സിൽ വരുന്നത് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി, ഐ, യു, വി, ദേ ആണ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിൽ വരുന്നത് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഐ, യു, വി, ദേ. നമ്മൾ ബേസിക്കലി സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ഫോർ സിംഗുലർ വേർബിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി റൈറ്റ്സ് എ ലെറ്റർ, ഹി റീഡ്സ് എ ബുക്ക്. പ്ലൂറൽ വേർബിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദേ വാക്ക് ടു സ്കൂൾ എവറി ഡേ, വി റീഡ് ബുക്സ് ഇൻ ദ ലൈബ്രറി, അങ്ങനെയൊക്കെ. പിന്നെ വരുന്നത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൽ സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വേർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളൊരു കണ്ടിന്യൂയിങ് ആക്ഷനെ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ആക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ സബ്ജക്റ്റിൽ നമ്മൾ ഐ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ആമും, യു, വി, ദേ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ആരും ആണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഐ ആം റീഡിങ് എ ബുക്ക്, ഐ ആം റൈറ്റിംഗ് എ ബുക്ക്, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ പാർക്ക്, അങ്ങനെയൊക്കെ. താങ്ക് യു മിസ്. Okay, Lakshmi. Then Saifulisa ആണ് പേര്. Yes, Miss. കറക്റ്റ് ആണോ? നമ്മുടെ പേര് കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ്. സൈഫുനിസ. ഓക്കെ മിസ്.
സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്തും ഡെയിലി ഹാബിറ്റ്സും പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിൽ ഹി ഷീ ഇറ്റ് എവരിബഡി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കും. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആയ ഐ യു വി ദേ അതിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ വെർബും പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, ഷീ ഗോസ് ടു പാർക്ക്, ഐ വാഷ് മൈ കാർ എവറി ഡേ. Then present continuous tense. Present continuous tense, subject plus is or am or are plus verb plus ing. Am use ചെയ്യുന്നത് ഐയുടെ കൂടെ, he she it everybody എന്നത് ഈസിന്റെ കൂടെ, you we they എന്നത് ആറിന്റെ കൂടെ. എക്സാമ്പിൾ, I am dancing on the stage, it is raining outside, we are going to the school. Okay ma'am? Okay. സമീറ, എന്തോ? മിസ് ഒരു ചെറിയ ഡൗട്ട്. നമ്മൾ യു ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ, ബട്ട് ഐ അത് സിംഗുലർ ആയിട്ടല്ലേ? ഇല്ല, അത് സിംഗിൾ പ്രസന്റിൽ വരുമ്പോ ഐ പ്ലൂറലാണ്. അങ്ങനെയാണ് അത്. അതെന്താണെന്ന് ചോദിച്ചിരിക്കുക അറിയില്ല കേട്ടോ. പക്ഷെ അത് സിംഗിൾ പ്രസന്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ സിംഗുലർ ഹി ഷീ ഇറ്റ് എവരിബഡിയും പ്ലൂറൽ ഐ യു വി ദേയും. ഓക്കെ, അത് സിംഗിൾ പ്രസന്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് പോകുന്നതോറും വ്യത്യാസം വരും. In this particular case, like simple present. Okay. ബാക്കി പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഐക്ക് നമ്മൾ ആം യൂസ് ചെയ്യുന്നു. അത് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ പറയുന്നില്ല. മനസ്സിലായോ? ഐക്ക് പെർട്ടിക്കുലറി ഒരു ഓക്സിലറി ഉണ്ട്, അത് ആം ആണ്. ബാക്കി സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ആണെന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ സിമ്പിൾ പ്രസന്റിൽ മാത്രം അതിന്റെ പ്ലൂറൽ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ സമീറ, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ്സിന് പറയാനോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്, ഫിക്സ്ഡ് പ്രോഗ്രാംസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണേ. അതിന് സബ്ജക്ട് പ്ലസ് V1 ആണ് അതിന്റെ ഫോം. സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഷീ ഇറ്റ് എവരിബഡി ഐ ആൻഡ് യു വി ഒക്കെയാണ്. സിംഗുലർ സബ്ജക്റ്റിൽ വരുന്നത് ഹി ഷീ ഇറ്റ് എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റിൽ വരുന്നത് ഐ യു വി ദേ എന്നൊക്കെയാണ്. നമുക്ക് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. വേർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എസ് ചേർക്കും. എക്സാമ്പിൾ, സിംഗ് സിങ്സ്, റൈറ്റ് റൈറ്റ്സ് എക്സെട്ര. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണത്. അതിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വി പ്ലസ് ing ആണ്. പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഈസ് ആം ആർ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഐ വരുമ്പോൾ ആം ചേർക്കും. സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി ഷീ ഇറ്റ് എവരിബഡി വരുമ്പോൾ ഈസും, പ്ലൂറൽ സബ്ജക്റ്റ് ആയ യു വി ദേ വരുമ്പോൾ ആറുമാണ് നമ്മൾ യൂസ് ചെയ്യണത്. എക്സാമ്പിൾ, ഐ ആം റൈറ്റിംഗ്, യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഹി ഈസ് റൈറ്റിംഗ് ഗ്രാമർ എക്സെട്ര. Okay. Thank you, Miss. Then Shamna. സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഹാബിറ്റ്സ് പറയാന്, ഫിക്സ്ഡ് പ്രോഗ്രാം പറയാന്, ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനൊക്കെയാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സിംഗുലർ സബ്ജക്റ്റ് ലൈക്ക് ഹി ഷീ ഇറ്റ് എവരിബഡി, അതിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യല്. പ്ലൂറൽ സബ്ജക്റ്റ് അയ്യോ ദേവി, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, he writes poem, they write poem.
പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ വരിക സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആറ് പ്ലസ് വെർബിന്റെ ING ഫോം. അതിന്റെ കൂടെ നമ്മൾ ആം യൂസ് ചെയ്യുന്നു. ഹി ഷീ ഇറ്റ് എവരിബഡി കൂടെ ഈസും യു വി ദേന്റെ കൂടെ ആറും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഐ ആം റൈറ്റിംഗ് എ ബുക്ക്, ഹി ഈസ് റണ്ണിങ്, എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ ഷംന, ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണോ? ആ മാം, ഞാൻ അധികം ലൈവ് ക്ലാസ്സിൽ കയറാറില്ല. പിന്നെ എവിടെയാണ് സ്ഥലം? എവിടെയാണ് ഷംന? മലപ്പുറം. നെക്സ്റ്റ് അമൃത, പെട്ടെന്ന് അവിടെ. സിമ്പിൾ പ്രസന്റിന്റെ ഫോം സബ്ജക്ട് പ്ലസ് V1 എന്നാണ്. സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. ഷീ, ഹി, എവരിബഡി, ഇറ്റ് ഇതാണ് സിംഗുലർ സബ്ജക്റ്റ്. ഐ, യു, വി, ദേ എന്നുള്ളതാണ് പ്ലൂറൽ സബ്ജക്റ്റുകൾ. സിംഗുലർ സബ്ജക്റ്റിനൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനൂടെ പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. ഹാബിറ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് സിമ്പിൾ പ്രസന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇതൊരു ഫാക്ട്, അതായിട്ട് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അങ്ങനെയുള്ള കേസിൽ പിന്നെ നമ്മുടെ ഹാബിറ്റ്, ഐ ബ്രഷ് മൈ ടീത്ത്, അങ്ങനെയുള്ള കേസിലൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വെർബിന്റെ ING ഫോം ആണ്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ ഈസ് എന്ന ഓക്സിലറി വെർബും ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആർ എന്ന ഓക്സിലറി വെർബും ഐയുടെ കൂടെ ആം എന്ന ഓക്സിലറി വെർബുമാണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ആക്ഷനെ സൂചിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, I am writing a novel, it's raining outside, we are going to school. That's it. Thank you. ഓക്കെ, ഇനിയിപ്പോ ഉഷാനിന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലോ? ഓക്കെ ആണോ? ടൈമില്ല. ഓക്കെ ആണോ ഉഷ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ല ആർക്കും? ഇല്ല. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനത്തെ ആചാരങ്ങളൊന്നും എനിക്കില്ല. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. That's wonderful. Please class. Okay, see you on the next class. Thank you all. Thank you so much. Bye. Thank you, Miss. Thank you, miss.